വെണ്ടക്കായ വെട്ടിയിട്ടുണ്ടോ പുളി ഒഴിക്കുക. ഇത് ഒരു ലക്ഷം കൂടി വന്നാൽ ഓഫ് ചെയ്യാം തന്നെയാണ്. ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റു. അപ്പോൾ രാവിലെ തന്നെ അമ്മ കുറച്ച് പണികളൊക്കെ എന്നെ ഏൽപ്പിച്ചിട്ട് ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ. എവിടേക്കാന്ന് ചോദിച്ചാൽ ആദർശനും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. ഈർക്കിളി സ്ലൈഡ് കിട്ടിയാണ്ടല്ലോ, അത് വീട്ടിലിട്ട് ഹരം കൊള്ളുന്ന സ്വഭാവം ആദർശന് കുറച്ച് കൂടുതലാട്ടോ. ഇന്നത്തോടെ ആ പൂതി ആദർശന് മാറി കിട്ടിട്ടോ. സ്ലൈഡ് ചെവിട്ടിൽ തട്ടിയിട്ട് അനക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് കേട്ടോ. രാത്രി മൊത്തം ഉറങ്ങാതെ ചെവിട് വെങ്കിണേ പറഞ്ഞിട്ട് ഇരിക്കായിരുന്നു കേട്ടോ. പിന്നെ ഞാനത് സാമ്പാർ വെക്കേണ്ട പരിപാടിയിലായിരുന്നു കേട്ടോ. അപ്പൊ അമ്മ എല്ലാ സാധനങ്ങളും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് പൊടിയോളൊന്നും ഇനി തപ്പി തെരഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ ആദർശേട്ടൻ പോണേന് മുന്നേ ആദർശന് ഞാൻ ചൂട് കൊടുക്കണ 2 ദോശ ചുട്ട് കൊടുത്തിട്ടുണ്ടായി. അല്ലെങ്കിൽ ആദർശനം പോണ വഴിക്ക് എന്തായാലും ഛർദ്ദിക്കും. അങ്ങനെ രാവിലെ 7 മണിയാകുമ്പോഴേക്ക് ഇവര് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ. അപ്പൊ ഇതേ സമയത്താണ് അച്ഛനും പണിക്ക് പോകാൻ ഇറങ്ങുക. അപ്പൊ ഇതേ 3 പേരും ഇറങ്ങാൻ കേട്ടോ. നമ്മൾ കുറെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ നോക്കി, പക്ഷെ 9 മണിക്കൊക്കെ ആയിട്ട് തുറക്കുള്ളൂ. അപ്പൊ എന്തായാലും ഇവിടെ അടുത്തുള്ളൊരു ഡോക്ടറുടെ വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് അമ്മ ആദർശനം കൂടിയിട്ട് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ, പുതിരുത്തിയിൽ തന്നെയാണ്. അപ്പൊ അവര് അങ്ങോട്ട് പോകാൻ വേണ്ടി ഇറങ്ങാൻ കേട്ടോ. അങ്ങനെ അവര് 2 പേരും കൂടി പോയി. പിന്നെ ഞാൻ നേരെ കറിയാക്കി ദോശ കുറച്ച് ഉണ്ടാക്കി വെച്ച്. പിന്നെ കുറെ ദോശ ഞാൻ ഉണ്ടാക്കി വെച്ചില്ല കേട്ടോ, കാരണം ആദർശനെ ചൂടോർക്കനെ കഴിക്കണതാണ് ഇഷ്ടം. പിന്നെ നേരെ തക്കാളി ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി നിന്നു കേട്ടോ. അപ്പോൾ സാമ്പാറും തക്കാളി ചമ്മന്തി ഉണ്ടെങ്കിൽ ആദർശന് ഇഷ്ടമാണ്. അങ്ങനെ ചായപ്പണിയൊക്കെ ഏതാണ്ട് കഴിഞ്ഞു കേട്ടോ. ദോശയും തക്കാളി ചമ്മന്തിയും അതുപോലെ തന്നെ സാമ്പാർ, ചായ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സെറ്റ് ആക്കിട്ടോ. പിന്നെ ഞാൻ നേരെ അടിച്ചുവരാൻ വേണ്ടി നിന്നു. അടിച്ചുവരാൻ വേണ്ടി വന്നപ്പോഴാണ് അമ്മയും ആദർശനും വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആദർശനെ കാണിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേ ചായ ആദർശന് വേഗം എടുത്തു കൊടുത്തിട്ട്. അപ്പോൾ ഞാൻ ചൂടോർക്കണ ചുട്ട് കൊടുക്കുകയാണ്. ആദർശന് ഇങ്ങനെ കഴിക്കുന്നത് കേട്ടോ, ഭയങ്കര ഇഷ്ടം. ചൂടോർക്കണ സ്പോട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണത്. അങ്ങനെ ഞാനും ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. അപ്പോൾ അതേ ചമ്മന്തിയും ചായയൊക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അമ്മ പണിക്ക് പോയിട്ട് ആദർശയുടെ ഇതൊക്കെ എടുക്കുകയാണ്. അങ്ങനെ ഉച്ചയ്ക്ക് അമ്മ വന്നു. അപ്പോൾ അമ്മ ചോറിനുമ്പോൾ അമ്മയുടെ നിന്ന് 2 ഉരുള വാങ്ങിച്ച് കഴിച്ചതാട്ടോ ഞാൻ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇത് അച്ചു വന്നിട്ടുണ്ടായി. അങ്ങനെ ഞങ്ങൾ ഭയങ്കര ചർച്ചയിലാണ്. ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുക, ലുഡോ കളിക്കുക, അതൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് മരുന്നൊക്കെ കഴിച്ചപ്പോഴേക്കും ആദർശേട്ടൻ കുറച്ചൊന്നും ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ അർജു എത്തിയിട്ടുണ്ടായിരുന്നു. ഒക്കെ സ്കൂൾ കഴിഞ്ഞിട്ട് നേരെ കയറിയതാണ് കേട്ടോ. അപ്പോൾ അവരായിട്ട് വെറുതെ ഇങ്ങനെ കത്തിയടിച്ചിരിക്കുകയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ ചെറുത് വന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശേട്ടൻ നേരെ അതിനെടുക്കാൻ വേണ്ടി ഓടി. പിന്നെ ഇതാ വല്യമ്മയും അച്ചും കൂടിയിട്ട് ഇത് എപ്പോൾ വീഴുമെന്ന് പറഞ്ഞുള്ള രീതിക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതേ റോട്ടിൽ കൂടെ അങ്ങോട്ടും നടക്കുന്ന സമയമാണ് കേട്ടോ ഈ ഒരു ടൈം. പിന്നെ വൈകിട്ടായപ്പോൾ അത് ആദർശേൻ്റെ ചെവിട്ടിലും മരുന്ന് ഒറ്റിച്ച് കൊടുക്കാണ്ടായിരുന്നു. ആദർശേൻ്റെ അച്ഛൻ ഇത് ഒറ്റിക്കാനൊക്കെ കുറച്ച് പേടിയാണ് കേട്ടോ. അങ്ങനെ മരുന്ന് 2 ചെവിട്ടിലും ഒഴിക്കാൻ കേട്ടോ. അപ്പോൾ ഇതുമ്മ എത്ര അമർത്തിയിട്ടും മരുന്ന് അങ്ങോട്ട് ചാടണില്ല. അങ്ങനെ എൻ്റെ പരമാവധി ശക്തി എടുത്തിട്ട് ഞാൻ നന്നായിട്ട് പീച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മരുന്നൊക്കെ വന്നപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.